ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഗ്രാമക്കാഴ്ചകളിൽ നമുക്കൊരു തോറ്റമ്പാട്ട് കാണാൻ പോയ വിശേഷം കേട്ടാലോ? ഞങ്ങളുടെ വീടിന് ഏകദേശമൊക്കെ അടുത്തായിട്ട് ഒരു കുടുംബക്ഷേത്രം ഉണ്ട് കേട്ടോ. ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രം. ഇവിടെ വർഷം തോറും നടത്തി വരുന്ന ഒരു അനുഷ്ഠാനമാണ് തോറ്റമ്പാട്ട്. കൈത്താളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഭക്തി നിർഭരമായിട്ട് പാടുന്ന ഈ പാട്ടുകൾ വാമൊഴിയായിട്ടാണ് കേട്ടോ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നത്. വിശേഷിച്ച് തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന ഈ അനുഷ്ഠാനത്തിൻ്റെ ഇതിവൃത്തം ഭദ്രകാളിയുടെ അവതാരകഥയും ദാരിക നിഗ്രഹമാണ് കേട്ടോ. ചെറിയ ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ എവിടെയോ ദാരിക നിഗ്രഹത്തെ പറ്റി പഠിച്ചത് ഞാൻ ഓർക്കുന്നു. ദാരികൻ എന്ന പേരായ അസുര ചക്രവർത്തി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി അനേക വരങ്ങൾ നേടിയെടുക്കുന്നു. 10,000-കണക്കിന് ആനകളുടെ കരുത്തും അതുപോലെ താൻ ഒരു ദിവ്യ സ്ത്രീയാൽ മാത്രമേ വധിക്കപ്പെടാവൂ എന്നും തൻ്റെ ഓരോ തുള്ളി രക്തം ഭൂമിയിൽ പതിക്കുമ്പോൾ അത് 1000-കണക്കിന് തനിപ്പകർപ്പുള്ള ദാരികന്മാരായി പിറവിയെടുക്കുമെന്നും അങ്ങനെയുള്ള വരങ്ങളാൽ ശക്തിയാർജിച്ച അഹങ്കാരിയായ ദാരികൻ ഭൂമിയും സ്വർഗവും വേണ്ട സകല ലോകങ്ങളും കീഴടക്കി എല്ലാ ജനങ്ങളെയും ബുദ്ധിമുട്ടിച്ചു. ദേവന്മാർ പോലും ദാരികനെ കൊണ്ട് പൊറുതിമുട്ടി ശിവന്റെ സന്നിധിയിൽ പോയി ഇതിനൊരു പരിഹാരം വേണമെന്ന് പറഞ്ഞു. ദാരികാസുരന്റെ പരാക്രമങ്ങൾ കേട്ട് കോപത്താൽ ഉജ്ജ്വലിച്ച ശിവന്റെ തൃക്കണ്ണിൽ നിന്നും അങ്ങനെ ഭദ്രകാളി ദേവി പിറവിയെടുത്തു. അങ്ങനെ ദാരികനെ നിഗ്രഹിച്ച കാളി അവന്റെ ഒരു തുള്ളി രക്തം പോലും ഭൂമിയിൽ പതിക്കാതിരിക്കാൻ അതെല്ലാം പാനം ചെയ്ത് കുടൽമാലകളെല്ലാം കഴുത്തിലണിഞ്ഞ് പിന്നീട് രുതിരമാലയായി അറിയപ്പെട്ടു. രുധിരം എന്ന വാക്കിനർത്ഥം രക്തമെന്നാണല്ലോ. രുതിരമാല ഭഗവതിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അനേകം കഥകളുണ്ട് കേട്ടോ. തോറ്റത്തിൻ്റെ അന്ന് കളം വരയ്ക്കലും കളം മായ്ക്കൽ ചടങ്ങുകളുണ്ട് കേട്ടോ. അനേകം മണിക്കൂറുകൾ എടുത്ത് പ്രകൃതിദത്തമായ ചായക്കൂട്ടുകൾ ഉപയോഗിച്ച് ദേവിയുടെ ഒരു കളം വരച്ചിട്ടുണ്ട്. ദാരിക നിഗ്രഹത്തിനൊരുങ്ങുന്ന രൗദ്രഭാവത്തിലുള്ള ഭഗവതിയാണ് ഇതിലുള്ളത്. ചുവന്ന പട്ടുതുണി ചുറ്റിക്കൊണ്ട് കഴുത്തിൽ തെച്ചിപ്പൂമാലയും ഇട്ട് അരയിൽ കിലുങ്ങുന്ന അരമണിയും ഇടത് കൈയിൽ ചിലമ്പും വലത് കൈയിൽ വാളുമേന്തി കോമരം തുള്ളുന്നത് നമുക്ക് കാണാം. ഭഗവതിയുടെ ശക്തി തന്നിലേക്ക് ആവഹിച്ച കോമരം വ്രതാനുഷ്ഠാനങ്ങളോടെ തന്നെ കാത്തുനിന്ന ഭക്തർക്ക് ഭാവി പ്രവചിക്കുകയും കൽപ്പനകൾ പുറപ്പെടുവിക്കുകയും അനുഗ്രഹാശിസുകൾ നേരുകയും ചെയ്യുന്ന ചടങ്ങാണത്. അങ്ങനെ തോറ്റവും കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ക്ഷേത്ര പരിസരത്ത് ഒരു അലരിപ്പാല പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മണം ഇപ്പോഴും ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. ഇനിയപ്പം അടുത്ത വട്ടം കാണാം കേട്ടോ.